ക്വസ്റ്റ്യനിലേക്ക്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ളൊരു പ്രസിഡന്റ് ആയിരുന്നു നമ്മുടെ APJ അബ്ദുൽ കലാം, ഡോക്ടർ APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമിന്റെ ജന്മദേശ ഏതായിരുന്നു? രാമേശ്വരാണ്. നിങ്ങൾക്ക് അറിയാം. ചോദ്യം എത്ര സിമ്പിളാണ്. APJ അബ്ദുൽ കലാം, ഡോക്ടർ APJ അബ്ദുൽ കലാം. ഈ വാട്ട് ഇസ് ദാറ്റ് പ്രിവിഷൻ ഓഫ് APJന്റെ ഫുൾ എന്താ അറിയില്ല? പറഞ്ഞു റൈറ്റ് ആണ്. APJ അവിടെ ജൈനുലാബിദ്ദീൻ പറഞ്ഞത് അബുൽ പക്കീർ ജൈനുലാബിദ്ദീൻ അബ്ദുൽ കലാം. അബ്ദുൽ കലാമാണ് ശരിക്കും പേര്. അതില് അബുൽ പക്കീർ ജൈനുലാബിദ്ദീൻ ഇടാൻ കാരണം ജൈനുലാബിദ്ദീന്റെ മകൻ, അതായത് 3 തലമുറയാണ് അദ്ദേഹം തന്റെ പേരോടൊപ്പം ചേർത്തത്. അബുൽ എന്ന് പറഞ്ഞാൽ പക്കീറിന്റെ ഉപ്പയാണ്, പക്കീറിന്റെ മകനാണ് ജൈനുലാബിദ്ദീൻ, ജൈനുലാബിദ്ദീന്റെ മകനാണ് ആര്? അബ്ദുൽ കലാം. വളരെ മനോഹരമായിട്ടുള്ള പേരാണ്. സമ്മാനമില്ല. അപ്പോൾ വളരെ സന്തോഷം. ഓക്കെ, ഏതായാലും സമ്മാനം ഒരു സമ്മാനമായിട്ട്. അപ്പോൾ അല്ല, ഈ സമ്മാനത്തിന് വേറെ ചോദ്യം ചോദിക്കേണ്ടി വരും. ഡു ഓർ ഡൈ നമുക്ക് പറഞ്ഞു. ഡു ഓർ ഡൈ എന്ന് പറഞ്ഞാൽ ഡു ഓർ ഡൈ, ഡു ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മരിക്കാം. അതായത് 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് മുമ്പ് വരെ ഇന്ത്യക്കാർക്ക് എന്ത് നിർബന്ധമായിരുന്നു? സ്വാതന്ത്ര്യം നിർബന്ധമായിരുന്നു. കാരണം അത് കിട്ടിയിരിക്കണം. ഡു ഓർ ഡൈ, നിങ്ങൾ ചെയ്തോളി, പ്രവർത്തിച്ചോളി, അല്ലെങ്കിൽ ഡൈ, മരിച്ചോളി, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. അത് ഗാന്ധിജിയാണ് പറഞ്ഞത് അല്ലേ? ചോദ്യം സിമ്പിളാണ്. നമ്മുടെ മഹാത്മാഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ച വർഷം, തീയതി? വിജയിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാനവ 3 സമ്മാനം ഞാനിപ്പോൾ ഇരുന്ന് വേണ്ടാന്ന് 3 സമ്മാനമായിട്ട് ഒന്നുകൂടി ഒരു വശം ഇങ്ങനെ. ഏതായാലും നമുക്ക് വീണ്ടും ചെയ്യാം. അതായാലും ഇത്തരത്തിലൊരു അവസരം തന്ന അവസ്ഥയ്ക്ക് നമ്മുടെ പൂർവ്വ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ സെക്ഷൻ, ഈ പരിപാടിയോട് അവസാനിക്കുകയാണ്. എല്ലാവരും അവിടെയുള്ള കസാല കാട്ടിയിട്ട് കഴിഞ്ഞാൽ അത് സമാധാനമാണ്. അതായത് ഈ സ്പോർട്സ് ക്വിസിന്റെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതോടുകൂടി മനസ്സിലാക്കാൻ പറയാൻ പറഞ്ഞതാണ്. എല്ലാവരും കസാല നട്ടിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി ചെയ്തത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി